ഒരു കാലത്ത് മലബാറിലെ മുസ്ലിം പെൺകുട്ടികൾ നേരിട്ടിരുന്ന അറബി കല്യാണം എന്ന ക്രൂരത ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് തെലങ്കാനയിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഷെയ്ഖ് വിവാഹങ്ങൾ എന്നാണ് തെലങ്കാനയിൽ ഇതറിയപ്പെടുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. ഷെയ്ഖ് വിവാഹങ്ങളുടെ ഇരകളായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഹൈദരാബാദിൽ ജീവിക്കുന്നത് എന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഏജന്റുമാരും ബ്രോക്കർമാരും പെൺകുട്ടികളുടെ ബന്ധുക്കളും വഴിയാണ് ഷെയ്ഖ് വിവാഹങ്ങൾ നടക്കുന്നത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അറബികളാണ് വരന്മാരായി എത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവ ഷെയ്ഖ് വിവാഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിക്കാഹ് എന്ന പേരിൽ പെൺകുട്ടികളുടെ വിൽപ്പനയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വളരെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഇത്തരത്തിൽ കെണികളിൽ ഇരയാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 12 വയസ്സിൽ പോലും വിവാഹിതരാകുന്ന പെൺകുട്ടികൾ ഈ കൂട്ടത്തിലുമുണ്ട്. മതപരമായി നടത്തുന്ന നിക്കാഹിന് പിന്നാലെ ഈ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് പതിവ്. ചിലരെ വീട്ടുജോലിക്കാരാക്കി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തുകയും ചെയ്യുന്നുണ്ട്. ആദ്യ ആർത്തവം വന്ന് അധികകാലമായിട്ടില്ലാത്ത പെൺകുട്ടികളെയാണ് ഏജന്റുമാർ ലക്ഷ്യമിടുന്നത്. വീട്ടുകാരെ പണം നൽകി സ്വാധീനിച്ച് ഇത്തരം പെൺകുട്ടികളെ അറബികൾക്ക് വധുവായി നൽകുന്നു. മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ പണമായി നൽകിയാണ് ഏജന്റുമാർ വധുവാകാനുള്ള പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. ഇതിനായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ഇവർ ലക്ഷ്യമിടുന്നു. പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ പണവും കൂടുതൽ ലഭിക്കും. 1-2 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യത്തിന് ശേഷം അറബികൾ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് പതിവ്. ഇങ്ങനെ 12 വയസ്സിലും 15 വയസ്സിലുമെല്ലാം ഷെയ്ഖ് വിവാഹങ്ങൾക്ക് ഇരകളായ പെൺകുട്ടികൾ തെലങ്കാനയിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവരിൽ പലരും പിന്നീട് ഗർഭിണികളാക്കുകയും ഇതോടെ ഇവരുടെ പഠിപ്പ് പോലും മുടങ്ങുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തുകയാണ്. അതുമാത്രമല്ല, ഇവരെ പിന്നെ വീട്ടിൽ തന്നെ പൂട്ടിയിടുന്ന ഒരു പതിവാണ് ഈ വീട്ടുകാർ ചെയ്യുന്നത്. അതിനൊപ്പം വന്ന മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഒരേ കുട്ടികളെ തന്നെ നിരവധി വിദേശികൾക്ക് നൽകി എന്നും ഇവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുമ്പോൾ എത്രത്തോളമാണ് ഈ കുറ്റകൃത്യത്തിന്റെ ആഴം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനൊപ്പം തന്നെ ചില വെളിപ്പെടുത്തൽ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഹൈദരാബാദിൽ നിന്ന് തന്നെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഒമാനിലേക്ക് കൊണ്ടുപോയെന്നും അതിനായി 2.5 ലക്ഷം രൂപ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകിയെന്നുമെന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ. അവളുടെ നല്ലതിന് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നാണ് വീട്ടുകാർ പറഞ്ഞതെങ്കിലും മാസങ്ങൾക്ക് ശേഷം അവൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൾ ആകെ അടികൊണ്ട് തളർന്ന അവസ്ഥയിലായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. കുട്ടിയെ തിരിച്ചു കിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും അറബി ആവശ്യപ്പെട്ടു എന്നാണ് കുടുംബം പറയുന്നത്. മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു ന്യായമാണ്. ഭർത്താവിന് ഓട്ടോ ഓടിക്കലാണ് പണി. ജീവിതം മുന്നോട്ട് പോകാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കല്യാണത്തിന് ഞങ്ങൾ തയ്യാറായതെന്നാണ് അവർ പറയുന്നത്. ഇതും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യവും കടബാധ്യതയും ഒക്കെ എല്ലാം ചൂഷണം ചെയ്യുന്നതാണ് ഏജന്റുമാർ ഇത്തരം പെൺകുട്ടികളെ വലയിലാക്കി ഷെയ്ഖ് വിവാഹങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിൽ ഇത് നടക്കുന്നു എന്നത് ഒരു ഞെട്ടലോടെ അല്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല.